മുഖ്യമന്ത്രി മനുഷ്യനാണ്, അള്ളാഹു സൃഷ്ടാവാണ്. ഈ വ്യത്യാസവുമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ളത് മാത്രമേ ശഫാഅത്തല്ലാതിരിക്കൂ, പരിചയമില്ലാത്തപ്പോഴേ ശഫാഅത്താവുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാ. പരിചയമുണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും ശഫാഅത്താവും. ആവൂലേ? മുഖ്യമന്ത്രി അത് മനസ്സിലാവില്ല. തമ്പുരാന്റെ അടുത്തേക്ക് മുഖ്യമന്ത്രിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ആരെയാ കുട്ടി ഉപയോഗപ്പെടുത്തുന്നത്? പിന്നെ വേറൊരു പഠിച്ചവനില്ലേ? പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനിവിടെ എന്താ എതിര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനിവിടെ എന്താണ് എതിര് കുട്ടി? ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഖുർആനിന്റെ പരിഭാഷ എന്റെ കയ്യിലുണ്ട്. കെ.വി. ഉസ്താദിന്റെ പരിഭാഷ അവിടെയാണ് കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷ എന്റെ കയ്യിൽ. അതാണ് കുട്ടിയെ പിഴവ്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ തീരെ വരാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പരിഭാഷ ഒക്കെ അവിടെ വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുൽ അന എന്നൊരു മാസിക ഇവിടെ ഉണ്ടാവും, പുറത്ത് വെക്കാൻ. അവിടെ വെക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും. അത് നിങ്ങളെ കയ്യിലുണ്ടോ? എന്നാൽ അതിനെടുത്തിട്ട് പറയരുത്. ഞാൻ നുസ്രത്തുൽ അനാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കിയാതൊക്കെ തിരിയും. ഈ വിഷയം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നു. പടച്ചവനോട് ആവശ്യപ്പെടുന്ന ആവശ്യം, പ്രാർത്ഥന ഏത്, ഇസ്തിഗ്ഫാ ഏത് എന്ന് മനസ്സിലാക്കി തരാനാണ് ഉദാഹരണം. അള്ളാന്റെ മുമ്പിൽ ഉദാഹരിക്കാൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തന്നെ തിരിയുന്നത് പറഞ്ഞ് തിരിയാത്തത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ തിരിയുന്നത് നമുക്ക് സൃഷ്ടികളല്ലേ ഉള്ളൂ, അല്ലേ? സൃഷ്ടികളല്ലേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ. പ്രാർത്ഥന നടത്താൻ അള്ളാഹ്ക്ക് നമ്മളെല്ലാം അതിന് നിങ്ങൾ പ്രാർത്ഥന എപ്പം പഠിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയും? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞല്ലോ, ഒരു സൃഷ്ടികളോട് നടത്തുമ്പോഴേക്ക് അത് പ്രാർത്ഥന തന്നെ. അള്ളാഹുവിന് നടത്തുമ്പോഴും പ്രാർത്ഥന തന്നെ. അത് സൃഷ്ടികളോട് നടത്തിയാൽ അത് തൗഹീദിന് വിരുദ്ധമായി. അള്ളാഹുവിനോട് നടത്തുമ്പോൾ അത് തൗഹീദായി. എന്താണ്? അതാണ് വിദ്യുതം. അത് നിങ്ങൾ എവിടുന്ന് പഠിപ്പിക്കുന്ന? അതിനെന്താ തെളിവ്? അള്ളാഹിനോട് നടത്തുമ്പോൾ പ്രാർത്ഥന ഇബാദത്തായി, അത് തൗഹീദായി. സൃഷ്ടികളോട് പ്രാർത്ഥന നടത്തിയ ശിർക്കായി എന്നാണ് ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അദ്വാഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അത് തെറ്റാണ്. അതിന്റെ അർത്ഥം പ്രാർത്ഥന ആരാധനയാണ് എന്നല്ല വാചകത്തിന്റെ അർത്ഥം. അത് പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ സ്വീകരിക്കോ? പരിശോധിക്കും നിങ്ങൾ. എങ്ങനെ നിങ്ങൾ പരിശോധിക്കുക? ആരെയാ പിന്നെ മാനദണ്ഡം സത്യത്തിന്റെ? പണ്ഡിതന്മാരെ ഉദ്ധരണികൾ എന്താണ്? പണ്ഡിതന്മാർ അദ്വാഉ വൽ ഇബാദ എന്ന ഹദീസിനെ വിശദീകരിച്ച് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് നിങ്ങൾ ആരുടെ സ്വീകരിക്കുക? വിശുദ്ധ ഖുർആന്റെ ആയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്. ഇവിടെ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കുന്നാണോ? അല്ലല്ല, നിങ്ങളെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അസ്തജിബ് ലക്കും, ഞാൻ ഉത്തരം ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നു, എന്നെ വിളിക്ക്, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖും പറയുന്നു എന്ന് ഞാനും പറഞ്ഞു. എന്നാൽ അത് തമ്മിൽ എങ്ങനെയാ കൂട്ടിച്ചേർക്കാൻ? നിങ്ങൾ പറയും. കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അംഗീകരിക്കാൻ പറ്റൂല. അതാണ് തൗഹീദ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് തൗഹീദ് എന്ന് അള്ളാഹ് പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞില്ല, എന്നെ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാന്ന്. അത്ര സ്പഷ്ടമായി. നിങ്ങൾക്ക് എന്താണ് ഖുർആൻ അറിയാം? ഏതാണ് ആ ആയത്തിൽ നിന്ന് അറിയോ? ആ ആയത്തിന്റെ പരിഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? പരിഭാഷ വായിച്ചാൽ പരിഭാഷ വായിച്ചാൽ എന്തേ ഇപ്പൊ കിട്ടിയത്? അത് വായിക്കണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്റെ റബ്ബ് പറഞ്ഞു ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കൽ തൗഹീദാവുന്നു എന്നും എന്നോടല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുന്നു എന്നും അതിന്റെ അർത്ഥാണോ? ആ വാക്കിന്റെ അർത്ഥാണോ? ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിക മിസ്ലു ഖബീർ. ഇയാളെന്താണ് വേണ്ടത്? എന്താണ് നമ്മളെ ആളെ വേണ്ടത്? സഹോദരനെ, നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞാൻ തോറ്റു. നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രാർത്ഥനയുടെ ഒരു കാസറ്റ് ഇവിടെ ഉണ്ട്. പ്രാർത്ഥന ഇവിടെ നടന്ന അതേ പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ച ഒരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരു പ്രത്യേക പരാമർശം, ഞാൻ ആ സാധുവിനോട് തോറ്റു എന്ന് പറഞ്ഞത് മുതലെടുക്കുന്നു. കാരണം അയാൾ എല്ലാ പരിപാടിയിലും ഇങ്ങനെ ചോദിക്കാൻ പോയിട്ട് ഇവനോട് എന്നെ തോറ്റു എന്ന് പറയുന്നത് ഓനോട് എന്നെ തോറ്റ ആളോട് എങ്ങനെയെന്നാണ് എല്ലാവരും പറഞ്ഞെടുക്കുന്നത്. മുജാഹിദീങ്ങൾ ഇതിലൊക്കെ വലിയൊരു കാര്യമാക്കി കൊണ്ടെടുക്കണമല്ലോ ഈ സാധുവിനെ. അത് നല്ല സുഖമാണ്. ഈ ജാതി വല്ല കുട്ടികളെയും വകതിരിവില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഓനോട് തോറ്റു എന്ന് പറയുന്നത് മുതലെടുക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാൻ അയാളോട് തോറ്റു എന്ന് പറയുന്നത് എൻ്റെ 3 വയസ്സായ ഒരു കുട്ടിനോട് സംസാരിച്ച് തോറ്റു എന്ന മാതിരിയാണ്. 3 വയസ്സായ ഒരു കുട്ടിക്ക് സംശയം ജിമായിൻ്റെ സുഖത്തിലാണെന്ന് വെച്ചോളി. ജിമായിൻ്റെ സുഖമാണ് ചർച്ച. ജിമായിൻ്റെ സുഖം ചർച്ച ചെയ്യുന്നതിൽ 3 വയസ്സായ ഒരു കുട്ടീനോട് തർക്കിക്കുക. എന്താ പങ്ങൾ മനേറ്റ് അതിലെന്താന്ന് ചോദിച്ചാൽ എവിടോ എന്നോട് ഞാൻ മുണ്ടൂല എന്നല്ലേ പറയുള്ളൂ, തോറ്റു. ഇതാണ് വാസ്തവത്തിൽ ഞാൻ അയാളോട് തോറ്റു എന്ന് പറഞ്ഞത്. ഇതൊന്നും മുതലെടുക്കേണ്ടതില്ല.
അദ്ദേഹത്തെ അയക്കുന്നവർക്കോ അദ്ദേഹത്തെ പോലുള്ളവരെ ഇത്തരം സദസ്സുകൾ അലങ്കോലപ്പെടുത്താൻ വേണ്ടി തയ്യാർ ചെയ്യുന്നവർക്കോ കേരളത്തിൽ ആർജവമുണ്ടെങ്കിൽ അവർക്ക് സംഘടനയുണ്ട്. ഇത് കാസർഗോഡല്ലേ, ഉത്തര കേരളത്തിന്റെ ഈ മൂലയിൽ നിന്ന് പ്രഖ്യാപിക്കട്ടെ, KNN-നോ കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന വിഭാഗത്തിനോ കേരള ജമാഅത്തെ ഇസ്ലാമിക്കോ ആർജവമുണ്ടെങ്കിൽ, അവരുടെ ശാഖകൾക്കോ പ്രവർത്തകന്മാർക്കോ ആർക്കെങ്കിലും ആർജവമുണ്ടെങ്കിൽ അവർ സംഘടനാപരമായി ബന്ധപ്പെട്ടുകൊണ്ട് IDF-മായി ബന്ധപ്പെടുകയോ IDF-നെ പരസ്യമായി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒരു ചെറിയൊരു വെല്ലുവിളി അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ IDF-മായി സംവാദത്തിന് തയ്യാറാണോ എന്ന് പറഞ്ഞാൽ അവരിലെ ഏറ്റവും കരുത്ത പണ്ഡിതന്മാരുമായിട്ട് സംവാദം നടത്താൻ IDF തയ്യാറാണ്. അതിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ ഉള്ളവനും തയ്യാറാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടികൾ വകതിരിവില്ലാത്തോലോ പറഞ്ഞാൽ തിരിയാത്തോലോ അങ്ങോട്ട് മനസ്സിലാക്കാത്തോലോ ഇങ്ങനെ ഇതിനൊക്കെ വിട്ടാൽ അവരോട് നമ്മൾ തോൽക്കുക ചെയ്യട്ടോ. അതിൽ തോറ്റു എന്നതേറ്റ് യാതൊരാളും യാതൊരു തരത്തിലും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്നും വഹാബി സംഘങ്ങൾ പ്രത്യേകിച്ചും അതൊരു ആഘോഷമായി കൊണ്ടാടരുതെന്നും ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് തോറ്റു എന്ന് പറഞ്ഞ ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങൾ എല്ലാവരെയും പരസ്യമായി അറിയിക്കുന്നു.